ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഏവർക്കും നേരുന്നു. ഓശാന തിരുനാളിന് കോഴിക്കോട്ട തിരുനാളെന്നും കുരുത്തോല തിരുനാളുമെന്നൊക്കെ പേരുകളുണ്ട്. കോഴിക്കോട്ട ശനിയാഴ്ച രാത്രിയിൽ കോഴിക്കോട്ടയുണ്ടാക്കി ഞായറാഴ്ച പ്രഭാതത്തിൽ ദേവാലയത്തിൽ ചെന്ന് കോഴിക്കോട്ടയുമായിട്ട് ചെന്ന് കൂട്ടുകാരുമൊത്ത് അത് പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ, കൂട്ടുകാരുമൊത്ത് ഓശാന തിരുനാൾ ദിവസം കുരുത്തോലകൾ കയ്യിലേന്തി ഓശാന പ്രദർശനത്തിന് പങ്കെടുത്ത ഓർമ്മകൾ, വലിയ നോമ്പിൻ്റെ വലിയ ആഴ്ചയിലേക്ക്, വിശുദ്ധ വാരത്തിലേക്ക് ഉള്ള വാതിലായിട്ടാണ് ഓശാന തിരുനാളിനെ കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാന ദിവസങ്ങളിലേക്ക് നമ്മൾ രാജാതിരാജനായ യേശുവിനോട് ചേർന്ന് പ്രവേശിക്കുന്ന ഓർമ്മ, ആ ഒരു അനുഗ്രഹ അനുഭവം. ജെറുസലേം ദേവാലയത്തിലേക്ക് യേശുനാഥൻ, രാജാതിരാജനായ യേശുനാഥൻ പ്രവേശിച്ച ഓർമ്മകൾ. രാജാതിരാജനായ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചത് കുതിരപ്പുറത്തല്ല എന്ന് നമുക്കറിയാം, കഴുതയുടെ പുറത്താണ്. കഴുതയ്ക്കും വില ലഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു തിരുനാൾ ദിവസം. ചെറുപ്പനാളിൽ പ്രകടനത്തിൻ്റെ മികവ് കൊണ്ട് പഠന മേഖലയിലും പ്രവർത്തന മേഖലയിലും പലപ്പോഴും കഴുത എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങളിൽ പൊതുജനങ്ങളെ കഴുതയാക്കരുത് എന്ന് പറയുന്ന ചില പരസ്യവാചകങ്ങളും കേൾക്കുന്നു. എന്നാൽ കഴുതയ്ക്കും വില നൽകുന്ന, എളിമയുടെ പ്രതീകമായി കഴുതപ്പുറത്ത് കയറി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന രാജാതിരാജൻ്റെ ചിത്രം ഓശാന തിരുനാൾ ദിവസം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നു. വിജയശ്രീ ലാളിതനായി പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന യേശുനാഥൻ സമാധാനത്തിൻ്റെ വലിയ അടയാളമാണ്, പ്രതീക്ഷയാണ്. ഇന്ന് ലോകം യുദ്ധങ്ങളുടെ മധ്യേ, പോർവിളികളുടെ മധ്യേ കടന്നു പോകുമ്പോൾ ഈ ഓശാന തിരുനാളിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓശാന വിളികളുമായി യേശുവിനെ സ്വീകരിച്ച ജനങ്ങളോട് കൂടെയായിരിക്കാൻ നമുക്ക് സാധിക്കണം. യേശുവിന് ചുറ്റുമായിരുന്നുകൊണ്ട് കൈകളിൽ സൈത്തിൻ കൊമ്പുകളുമേന്തി, കയ്യിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് അവർ യേശുവിനെ എതിരേറ്റതുപോലെ, യേശുവിനോട് കൂടെയായിരുന്നതുപോലെ ഈ ഓശാന ആഘോഷ ദിവസത്തിൽ നമുക്കും കൂടെയായിരിക്കാം. ഓശാന എന്ന വാക്കിനർത്ഥം ദയുണ്ടാകണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെയാണ്. നമുക്കും വിളിച്ചപേക്ഷിക്കാം യേശുവിനോട് രക്ഷിക്കണമേ എന്ന്. പഴയ നിയമത്തിൽ രക്ഷയ്ക്കായി പ്രാർത്ഥന ഓശാന, എന്നാൽ പുതിയ നിയമത്തിൽ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുഭവം. രക്ഷയ്ക്കായി പ്രാർത്ഥിച്ച് ദയയ്ക്കായി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ മകനും മകളുമായി തീരുമ്പോൾ ഓശാനയുടെ യഥാർത്ഥ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് നമുക്കൊക്കെ സാധ്യമാകും. ഓശാന വിളികളുടെ മധ്യത്തിലൂടെ കടന്നുപോയി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച യേശുനാഥൻ എന്തു ചെയ്തു എന്ന് സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. ദേവാലയത്തിൻ്റെ വിശുദ്ധീകരണമാണ് യേശുനാഥൻ ചെയ്തത്. കൊച്ചുനാളിൽ ദേവാലയത്തിൽ നിന്ന് കുരുത്തോലകൾ സ്വീകരിച്ച് വീട്ടിലെത്തിച്ചേരുമ്പോൾ അമ്മയുടെ കയ്യിൽ കിട്ടിയ കുരുത്തോല കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില രീതികളൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്, ചില ശീലങ്ങൾ. അമ്മ പുതിയ കുരുത്തോലകൾ തിരുഹൃദയ രൂപത്തിന് പിന്നിൽ സ്ഥാപിക്കുന്നതിന് തൊട്ട് മുൻപ് പഴയ കുരുത്തോലകൾ, കഴിഞ്ഞ വർഷം കിട്ടിയ കുരുത്തോലകൾ ഈ തിരുഹൃദയ രൂപത്തിൻ്റെ പുറകിൽ നിന്ന് എടുക്കുന്ന രംഗമുണ്ട്. ആ കുരുത്തോലകൾ തിരുഹൃദയ രൂപത്തിന് പിന്നിൽ നിന്ന് എടുക്കുന്ന കൂട്ടത്തിൽ തിരുഹൃദയ രൂപത്തിൽ ഉള്ള ചെറിയ മാറാലകൾ ആ കുരുത്തോലകൾ കൊണ്ട് അങ്ങ് ചുറ്റിയെടുക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. വിശുദ്ധമായ ആ തിരുഹൃദയ രൂപം, വിശുദ്ധമായ കുരുത്തോല നമ്മുടെ ജീവിതത്തിലും ഒരു വിശുദ്ധീകരണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പഴയ കുരുത്തോലകൾ എടുത്തു മാറ്റപ്പെട്ട് പുതിയ കുരുത്തോലകൾ അവിടെ സ്ഥാപിക്കുന്ന ആ നിമിഷങ്ങൾ. യേശു ദേവാലയത്തിലേക്ക് കടന്നു ചെന്ന് ദേവാലയം വിശുദ്ധീകരിച്ചു. യേശു നമ്മോട് ആവശ്യപ്പെടുന്നു നമ്മുടെ ശരീരമാകുന്ന ആലയം വിശുദ്ധീകരിക്കപ്പെടണം എന്ന്. വിശുദ്ധീകരണത്തിൻ്റെ ഒരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ കുരുത്തോല തിരുനാൾ ആഘോഷത്തിലൂടെ. നമുക്കും ആഗ്രഹിക്കാം, യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ ജീവിത മേഖലകളിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധീകരണത്തിനായിട്ട്, സഹായത്തിനായി അപേക്ഷിക്കുന്നതോടൊപ്പം അനുഗ്രഹമായി മാറുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സഹായകൻ എൻ്റെ ഉള്ളിൽ കടന്നുവന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിനോട് ചേർന്നിരുന്ന് അനുഗ്രഹത്തിൻ്റെ ഈ ദിവസങ്ങൾ കൂടുതൽ അനുഗ്രഹമാക്കി മാറ്റുവാനായിട്ട്
നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്ന ഈ ഓർമ്മപ്പെടുത്തലുകൾ വ്യക്തിപരമായി സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തിന് മകനും മകളുമായി തീരാം. ഓശാന വിളികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും ഒപ്പം സാക്ഷി അനുഭവത്തിലേക്കും ഒരു അനുഗ്രഹ നിമിഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധാത്മാക്കളുടെയും മാധ്യസ്ഥവും അനുഗ്രഹവും ഏവരോടും കൂടെയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയിൽ, ആശംസയിൽ ഒരിക്കൽ കൂടി അനുഗ്രഹപ്രദമാകുന്ന ഓശാന തിരുനാളും അനുഗ്രഹപ്രദമാകുന്ന ഒരു വിശുദ്ധ വാരവും ആഗതമാകുന്ന ഉത്താന തിരുനാളും ഏവർക്കും നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ആമേൻ.